സ്വാഗതം സുമ ചേച്ചി. സ്വാഗതം. പേര് സുമാ ടീച്ചറിയാൻ, പന്തളം സ്വദേശിയാണ്. പക്ഷേ ഇപ്പം അങ്ങ് തിരുവല്ലക്കാരിയായിട്ട് അങ്ങ് മാറി അല്ലേ? അതെ. കുന്നന്താനം കിൻഫ്രയിൽ ഒരു വർഷം ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു ശിഷ്യഗണങ്ങളെ ഇവിടെ സമ്പാദിച്ചു കഴിഞ്ഞു. പതിയെ പതിയെ അങ്ങ് തിരുവല്ലയുമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്നങ്ങ് പോവുകയാണ്. ഇപ്പോൾ തിരുവല്ലയിൽ പുതിയ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിട്ട് കേൾക്കുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ തിരുവല്ല? തിരുവല്ല അടിപൊളിയാണ്. നല്ല ക്ലാസ്സിലൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കാരുടെ ജീവിക്കാൻ നല്ല സ്ഥലമാണ്. നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ പരസ്യം ശ്രദ്ധിച്ചത് വെറും 200 രൂപയ്ക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ. സത്യം പറഞ്ഞാൽ ഈ പരസ്യം കണ്ടപ്പോൾ ഇതാളെ പിടിക്കാനുള്ളൊരു ജാലവിദ്യയാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിങ്ങളുടെ ആദ്യ ക്ലാസ് റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ആ സംശയം മാറി കിട്ടി. എന്താണ് ഇതിന് പിന്നിലെ അത്ഭുതം? എങ്ങനെയാണ് ഈ 200 രൂപയ്ക്ക് ഇതുപോലൊരു കോഴ്സ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്? നമുക്കറിയാവുന്ന വിദ്യകൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആയതുകൊണ്ട് 200 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിക്കാൻ അനുമതി തന്നിട്ടുണ്ട്. അത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണോ? APL BPL തരം തിരിച്ചാണ്. ഈ BPLകാർക്കായിരിക്കും. BPLകാർക്ക് 200 രൂപ. അപ്പോൾ APLകാർക്ക് 2000 ആയിരിക്കും. ഇല്ല, APLകാർക്ക് 500 രൂപയേ ഉള്ളൂ. APLകാർക്ക് 500 ഉള്ളൂ. BPLകാർക്ക് 200 രൂപ. അപ്പോൾ എത്ര നാളത്തെ കോഴ്സായി നടത്തുന്നത്? 3 മാസത്തെ കോഴ്സാണ് നടക്കുന്നത്. അത് 3 മാസം എന്ന് പറയുമ്പോൾ റെഗുലർ ക്ലാസ്സുകളാണോ? 3 മണിക്കൂർ വീതം ഒരു ദിവസം 3 മണിക്കൂർ വീതം. അപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് വീക്കെൻഡ് ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ശനി ഞായറും വീക്കെൻഡ് ക്ലാസ് ഉണ്ട്. ഈ കോഴ്സിൽ എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഒരു പാറ്റേൺ സബ്ജക്ട്സ് എന്തൊക്കെയാണ്? നമുക്ക് ബേസിക് കോഴ്സാണ് നടത്തുന്നത്. ബേസിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ ത്രെഡിങ്, ക്ലീനപ്പ്, ഫേഷ്യൽ, ബ്ലീച്ച്, മെഹന്തി, ഹെന്നായ, പെഡിക്യൂർ, മാനിക്യൂർ, വാക്സിങ് എന്നിവയുണ്ട്. എല്ലാം കൂടി 200 രൂപ. ഇതൊരു അത്ഭുതമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഈ കോഴ്സ് പഠിക്കാൻ ഒരാൾ വന്നാൽ അവരുടെ പഠനം പൂർത്തിയാക്കുമ്പോൾ അവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അവർക്കൊരു എക്സാം ഉണ്ട്. എക്സാം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും. എക്സാം ഫീസ് അങ്ങനെ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് നേടിയാൽ പിന്നെ അവർക്കുള്ള സാധ്യത സ്വന്തമായിട്ട് പാർലർ ഇടുവാണോ അതോ ജോലി സാധ്യത? സ്വന്തമായിട്ട് പാർലർ ഇടാം. വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യാം. നാട്ടിലും ജോലി ചെയ്യാം. വിദേശങ്ങളിൽ ജോലി ചെയ്യാം. പിന്നെ എൻ്റെ ഒരു ബലമായ സംശയം, 100 എത്ര ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര ടൈമാണ്? 130 അവേഴ്സ് ഉണ്ട്. 130 അവേഴ്സിൻ്റെ ക്ലാസ് ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ഇതുകൊണ്ടെല്ലാം ആകുമോ? ഇത് ബേസിക് ആയിട്ട് പഠിപ്പിക്കും, അഡ്വാൻസ് ആയിട്ട് വേറെയാണ്. അവിടെ ഒരു സംശയം, ഈ 130 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നാൽ ഒരു ചെറിയ ബ്യൂട്ടി പാർലർ നടത്താൻ ഇവർക്ക് പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാം അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒരുപാടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞുള്ള ഒരു അടുത്ത ഘട്ടം ഇവർ പഠിക്കണം എന്നുണ്ടെങ്കിൽ പിന്നുള്ള പരിപാടികൾ എങ്ങനെയാണ്? അടുത്ത ഘട്ടവും നമ്മൾ തന്നെ പഠിപ്പിക്കും. അത് 10,000 രൂപ, ഒരു 50,000 രൂപയുടെ കോഴ്സ് നമ്മളൊരു 25,000 രൂപയ്ക്ക് അവരെ പഠിപ്പിച്ച് തീർക്കും. നോർമലായിട്ട് 10,000 രൂപ മുതൽ 1,50,000 രൂപ വരെ ഉണ്ട് കോഴ്സുകളുണ്ട്. അവിടെയും 50,000 രൂപയുടെ കോഴ്സ് 25,000 രൂപ. നിങ്ങൾ ഈ ഓഫറുകൾ കൊടുത്ത് അംഗൻവാടി പൊട്ടിക്കുവാണ് അല്ലേ? അല്ല. അതായത് ഇതെങ്ങനെ മുതലാകും? നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കോഴ്സുകളൊക്കെ വരുമ്പം നമുക്ക് സർക്കാരിൽ നിന്നൊരു ടൈഫൻഡ് കിട്ടാറുണ്ട്. അപ്പോൾ 10,000 രൂപയുടെ കോഴ്സുണ്ട്. 10,000 രൂപയുടെ കോഴ്സിൽ ഇവർക്ക് അത് എത്ര നാളാണ്? 10,000 രൂപയുടെ കോഴ്സ് 1 മാസം കൊണ്ട് തീർക്കുന്നവരുണ്ട്. 3 മാസം എന്ന് പറയുമ്പം ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. 3 മാസം കൊണ്ട് തീർക്കുന്നു. അപ്പോൾ 50,000 രൂപയുടെ ഫീസ് കോഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തിൽ എന്തൊക്കെയാണ്? 6 മാസം തിയറിയും 6 മാസം പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും. 1 വർഷത്തെ കോഴ്സ്. അപ്പം ഈ തിയറി പ്രാക്ടിക്കൽ എന്തൊക്കെയാണ് സബ്ജക്റ്റ് നമുക്ക് വരുന്നത്? പ്രാക്ടിക്കലിന് എല്ലാം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യിപ്പിച്ച് പഠിപ്പിക്കും. എല്ലാ മിഷനറിയും അവരെയും കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യിപ്പിക്കും. ഇപ്പോൾ നിലവിൽ നമുക്ക് സ്ഥാപനം ഉള്ളതായിട്ട് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞല്ലോ, അത് കുളനടയാണ്. കുളനട ബ്യൂട്ടി വേൾഡ് എന്ന സ്ഥാപനമാണ്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 24 വർഷമായി. സ്ഥാപനം തുടങ്ങിയിട്ട് 24 വർഷമായി. അപ്പോൾ ഈ രംഗത്ത് വന്നിട്ട് എത്ര നാളായി? രംഗത്ത് വന്നിട്ട് 25 വർഷം. 25 വർഷമായി. അപ്പം ഏതാണ്ട്
പഠനം കഴിഞ്ഞപ്പോൾ തന്നെ ബ്യൂട്ടീഷ്യൻ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയല്ലേ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ഫീൽഡ് ഇഷ്ടമായിരുന്നു. ഓക്കെ. പണ്ട് കാലത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. എങ്ങനെയാണ് അതുകൊണ്ട് ഈ രംഗത്തോട്ട് ഇറങ്ങിയപ്പോൾ? അന്നൊക്കെ എനിക്ക് തോന്നി ഇപ്പോൾ കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നത് പോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു 2 പതിറ്റാണ്ട് മുമ്പത്തെ കാര്യമാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. അന്ന് ഈ ഒരു രംഗത്തേക്കൊക്കെ വരാൻ ആളുകൾക്ക് ഒരു മടിയില്ലായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ അതിനുള്ള ഒരു സമ്മതമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, വീട്ടിൽ സമ്മതം ഇല്ലായിരുന്നു. ധൈര്യപൂർവ്വം ഇറങ്ങുമായിരുന്നു? ആണ്, എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഇറങ്ങുമായിരുന്നു. എന്നിട്ട് ആദ്യമായിട്ടൊക്കെ ജോലി ചെയ്യുമായിരുന്നോ അതോ? ആദ്യം നമ്മളെ അടുത്തുള്ളവരൊക്കെ നമ്മളെ കല്യാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊഫഷണലായിട്ട് കുറേ പോയി പഠിച്ചു. പിന്നെ ഈ രംഗത്തേക്ക് വന്ന് പിന്നെ പഠിപ്പിക്കാനൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ നിന്ന് പിന്നീടൊരു മാറ്റം ഇപ്പം എങ്ങനെയുണ്ട്? കോമ്പറ്റീഷൻ എങ്ങനെയുണ്ട്? കോമ്പറ്റീഷൻ നല്ലതാ. എന്നാലും നമ്മളെ വിശ്വസിച്ച് വരുന്ന ആൾക്കാർക്ക് നമ്മൾ നല്ല ഒരു മെഡൽ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തിരുവല്ലയിൽ എനിക്കറിയാം ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഒന്നിനൊന്നും മികച്ചതാണ്. ഇത്രയും വമ്പന്മാരുടെ കൂടെ ഒരു മത്സരം എങ്ങനെയുണ്ട്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിട്ട് ചെയ്യുവാണെങ്കിൽ എത്ര വമ്പന്മാർ വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ കേട്ട ഒരു കാര്യമാണ്, ഈ പഠിക്കാൻ തീരെ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്, ധാരാളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് സൗജന്യമായിട്ടും. ഓക്കെ. ഒരു ശിഷ്യസമ്പത്തൊക്കെ എത്രത്തോളം കാണും? ഇപ്പം തന്നെ എനിക്കൊരു 3000 പേരെങ്കിലും എൻ്റെ ശിഷ്യകളാണ് ഉണ്ട്. അത് മസ്കറ്റിലും കുവൈറ്റിലും ദുബായിലുമായിട്ട് പല കുട്ടികൾ സ്വന്തമായിട്ട് സ്ഥാപനം വിട്ടു പോയിട്ടുണ്ട്. ഈ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പം കല്യാണ വർക്കുകളൊക്കെ ചെയ്യാറുണ്ടോ? മുതലാളിക്ക് പോകുന്നതിന് ഒരു മടിയില്ല. എത്ര ഉയർന്നാലും ഒരു പ്രശ്നമില്ല. എങ്ങനെയുണ്ട് ആളുകളുടെ ഇപ്പോൾ ഒരു സമീപനമൊക്കെ? അതായത് നമ്മളൊരു സെലിബ്രിറ്റിയെ കാണുന്നത് പോലെയൊക്കെ ആണോ ആളുകൾ കാണുന്നത്? നമ്മൾ ചെല്ലുമ്പം പണ്ട് സമയങ്ങളിലൊക്കെ ഇതൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് പോലും അവരെ കവറിലായിട്ട് ഭദ്രമായിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത്ര ഡെവലപ്പ് ആയിട്ടുണ്ട്. ഈ മാറ്റം എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ സമൂഹത്തിന് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം? ഇപ്പോൾ നമ്മളിപ്പം തിരുവല്ലയിൽ ആരംഭിച്ച കോഴ്സ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട്, അത് എന്ത് പദ്ധതിയാണെന്നൊന്നും? JSSൻ്റെയാണ്, ജനശിക്ഷൻ സംസ്ഥാൻ എന്ന് പറഞ്ഞാൽ. ഫുൾ ഫോം ഒന്നുകൂടെ പറയാമോ? ജനശിക്ഷൻ സംസ്ഥാൻ എന്ന എൻ്റെ പേരാണ്. JSS സംസ്ഥാൻ. ഓക്കെ. ഈ ജനശിക്ഷൻ സംസ്ഥാനിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ 200 രൂപയുടെ കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവസരമുണ്ടോ? ഉണ്ട്. നമുക്കിപ്പോൾ 7 ബാച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ബാച്ചിൽ എത്ര പേര്? 20 കുട്ടികൾ. അത് 15 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഓക്കെ. അപ്പോൾ ഇനി ആളുകൾ വന്നാലും നമുക്ക് കോഴ്സിൽ ചേരാം. ഇപ്പം നിലവിൽ നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പം കുന്നന്താനത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പുതിയ കോഴ്സ് സെന്റർ നമ്മൾ ഇടുന്നത് കവിയൂര്. ഓക്കെ. അപ്പോൾ കവിയൂര് സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തുമോ നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ? കവിയൂര് നമ്മൾ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ. അതായത് പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള. അപ്പോൾ അവിടെ വന്നാൽ മതി. ഓക്കെ. ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഫോൺ നമ്പർ അതുകൂടെ ഒന്ന് പറയുമോ? ഫോൺ നമ്പർ 9495388624. ഓക്കെ. അപ്പോൾ ആ നമ്പറിൽ ചേച്ചിയെ വിളിച്ചാൽ ആളുകൾക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാം. 200 രൂപ കൊണ്ട് വന്നാൽ മതി. അല്ലെങ്കിൽ 500 രൂപ കൊണ്ട് വന്നാൽ മതി. 500 രൂപ കൂടുതൽ ഒരു ഫീസും ഇല്ല. ഒളിഞ്ഞിരിക്കുന്ന ഫീസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പാണല്ലോ. തിരുവല്ലയിൽ ഉള്ള ഏതൊരു ബിസിനസ് സ്ഥാപനത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നത് തിരുവല്ല മീഡിയയുടെ ഒരു പ്രഖ്യാപിത നയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും ഈ ഒരു പുതിയ സംരംഭത്തിന് ഉണ്ടാകും. ഒപ്പം എല്ലാവിധ ആശംസകളും നേരുവാണ്. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.